ഹായ് ഫ്രണ്ട്സ്, റിൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് അടതാപ്പ്. 80 വർഷങ്ങൾക്ക് മുൻപ് ഉരുളക്കിഴങ്ങിന് പകരം നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈ അടതാപ്പാണ്. ഇതിന് എടതാപ്പ് എന്നാണ് ശരിക്കും ഉള്ള പേര്. ഇതിന് ഇടതാപ്പ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ വള്ളി എപ്പോഴും ഇടത്തോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ. സാധാരണ മറ്റ് ചെടികളുടെ വള്ളികൾ വലത്തേക്ക് ചുറ്റുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും ചുറ്റുന്ന വള്ളികളുണ്ട്, പക്ഷേ ഇത് ഇടത്തോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ. രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ വള്ളികൾ നമ്മൾ വലത്തേക്ക് ചുറ്റി വെച്ചാൽ നേരം വെളുക്കുമ്പോഴേക്കും അത് ഇടത്തോട്ട് തന്നെ ചുറ്റിയിരിക്കുന്നതായി കാണാൻ പറ്റും. ഈ ഇടതാപ്പാണ് പിന്നീട് എല്ലാവരും പറഞ്ഞ് അടതാപ്പായിട്ട് മാറിയത്. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഷുഗർ പേഷ്യൻറ്റിന് ഒക്കെ കഴിക്കുവാൻ പറ്റില്ല. എന്നാൽ ഈ അടതാപ്പ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് പല രോഗങ്ങൾക്കും ഔഷധമാണെന്നാണ് പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾക്ക്. പല വൈദ്യന്മാരും ഇത് ഔഷധത്തിനായി കൊണ്ടുപോകാറുണ്ട്. അടലാപ്പ് കറി വയ്ക്കുമ്പോൾ കറച്ചുവയില്ലാതെ കറി വയ്ക്കുവാൻ ആർക്കും തന്നെയും അറിയില്ല. ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നത് കൊണ്ട് ചിലർ അത് പുഴുങ്ങി കറി വയ്ക്കും, മറ്റ് ചിലർ അതിൻ്റെ പുറത്തെ മൊരി കളഞ്ഞിട്ടാണ് കറി വയ്ക്കുക. ഏറ്റവും രുചികരമായ രീതിയിൽ കറച്ചുവയില്ലാതെ അടതാപ്പുങ്ക എങ്ങനെ കറി വയ്ക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനായി ആദ്യം ഇതേപോലെ നന്നായിട്ടും അടതാപ്പുങ്ക ചെത്തി തന്നെ എടുക്കുക. ചെത്തിയതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് വേണം ഇതിടാൻ. ഇതിൽ ഒരു കറയുണ്ട്, അത് പോകുന്നതിനായിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്. വെള്ളത്തിലേക്ക് തന്നെ വേണം ഇത് അരിഞ്ഞിടാനും. ഇതിന് ശേഷം ഇത് നന്നായിട്ടും അതിൻ്റെ കറ പോകുന്നിടം വരെയും കഴുകുക. കഴുകിയതിന് ശേഷം ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം. കറി വയ്ക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് നമ്മൾ വെള്ളത്തിൽ നിന്നും എടുക്കാവുള്ളൂ. ഇനി നമുക്ക് പതുക്കെ കറി വയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി, സബോള, അരിഞ്ഞിടാനായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ വേറെ വേറെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ വീതം 2 തരം മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് നന്നായിട്ടും പൊട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം ഇടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ ടേസ്റ്റ് എണ്ണയിലേക്ക് നന്നായിട്ടും ഇറങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇനി ഇടേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ട് അതിൻ്റെ സത്ത് ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ സവോള, ഇത് ഒന്ന് നന്നായിട്ടും വഴറ്റി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ചേരുന്ന അത്രയും മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കി ഇതെല്ലാം ഒരു പകുതി മിച്ചം മൂപ്പായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങയുടെയൊക്കെ നിറം മാറി വരണം. കണ്ടോ, ഇപ്പോൾ തേങ്ങയുടെ നിറം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഫസ്റ്റിലേ ഇടുന്നു. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം അതിലേക്ക് 2 തരം മുളക് പൊടി ഇടുന്നു. മുളക് പൊടി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീറ്റ് മസാല ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് എല്ലാം ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടും ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്ന അടതാപ്പുങ്ക കഴുകി വാരിയെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക.
ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യം വേണ്ട വെള്ളം, അതായത് നേക്കാറായി വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് അത് നന്നായിട്ടും ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് മൂടി വയ്ക്കുക. വെള്ളം പാതി വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ഒന്നുകൂടിയും ഇളക്കി മൂടാം. നന്നായിട്ടും വെള്ളം വറ്റിച്ച് വേണം നമ്മുടെ അടതാപ്പൻ കറി റെഡിയാക്കാനായിട്ട്. ഇനി മുതൽ അടതാപ്പൻക കറി വയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന അടതാപ്പൻക കറിക്ക് ഒട്ടും കറച്ചുവയുണ്ടായിരിക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കണ ഒരു കറി നിങ്ങളുടെ വീട്ടിൽ വന്ന് ആര് കഴിച്ചാലും അവർ ചോദിക്കും അതിൻ്റെ ഒരു കാ തരുമോ നടാനായിട്ടെന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു വീഡിയോയുമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ ബൈ.